എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു കൊലപാതക ശ്രമ കേസിലും ഒരു ASFകാരിയെ അടിവയറ്റിൽ ചവിട്ടി നിനക്ക് ഗർഭം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ ഒന്നാം തരം ഒരു ക്രിമിനലും ഫ്രോഡുമാണ് എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി. അവൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്രിമിനൽ പ്രവൃത്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിലെ ഗവർണർക്ക് നന്നായിട്ടറിയാം. എസ്.എഫ്.ഐ എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശ സമരത്തിൻ്റെ പ്രസ്ഥാനമൊന്നുമല്ല. എസ്.എഫ്.ഐക്കാരന്മാർ ഇന്ന് കേരളത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വഞ്ചിയൂർ വെച്ചല്ലേ, ഈ ഗവർണറെ തടഞ്ഞ ആ സ്ഥലത്ത് വെച്ചല്ലേ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്.എഫ്.ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഒരു ലോഡ് കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടത്. തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള എസ്.എഫ്.ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം MDMAയുമായിട്ട് 6 മാസം ജയിലിൽ കിടന്ന് കഴിഞ്ഞ ആഴ്ചയിലെ പുറത്തിറങ്ങിയത്. ഈ എസ്.എഫ്.ഐ എന്ന് പറഞ്ഞാൽ ഇന്ന് മയക്കുമരുന്ന് സംഘവും ആഭാസ സംഘവുമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ എസ്.എഫ്.ഐക്കെതിരെ എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ രീതിയിലാണ് ഗവർണർ ഇന്ന് പെരുമാറുന്നത്. പിന്നെ ബാനർ കെട്ടുന്നതും അതോടൊപ്പം തന്നെ അക്രമം നടത്തുന്നതും എസ്.എഫ്.ഐക്ക് ഇതല്ലാതെ എന്താ അറിയാവുന്നത്? അവർക്കറിയാവുന്നുള്ള കാര്യമല്ലേ അവർക്ക് ചെയ്യാൻ പറ്റൂ. ഗവർണർ RSSന്റെ തലച്ചോറുമായിട്ട് RSSന്റെ തലച്ചോറും RSSന്റെ സംസ്കാരവും RSSന്റെ പാരമ്പര്യവും എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ തലച്ചോറും രാജ്യത്തിൻ്റെ സംസ്കാരവും രാജ്യത്തിൻ്റെ പാരമ്പര്യവുമാണ്. അത് ഉയർത്തിപ്പിടിക്കുന്ന ദേശാഭിമാനിയായിട്ടുള്ളൊരു ഗവർണർക്ക് ആ ആദർശം മാത്രമല്ല ചങ്കൂറ്റവുമുണ്ട് എന്നാണ് അദ്ദേഹം കാണിക്കുന്നത്. ആ ചങ്കൂറ്റത്തിൻ്റെ മുമ്പിലാണ് ഇന്ന് CPM ഉം SFIയും വിറയ്ക്കുന്നത്, വിയർക്കുന്നത് എന്ന് മാത്രം അവർ മനസ്സിലാക്കിയാൽ മതി.